Youth festival stages, especially dance stages, has gifted Malayalam movie industry several heroines. എന്നാൽ ഡ്രാമ സ്റ്റേജസ് അതൊരു റെയറിറ്റിയാണ്. അങ്ങനെ നാടകവേദികളിൽ നിന്ന് മലയാള സിനിമയിലെത്തിയ ഒരു നായിക, മലയാളത്തിൻ്റെ സ്വന്തം, സ്പെഷ്യലി എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് മുത്തുമണി സോമസുന്ദരം, joining us on this episode of The Next Guest from the 973 show. Welcome to the show. Thank you very much. So much. Yeah. ഞാൻ പറഞ്ഞു എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. അതൊരു എക്സാജറേഷനേ അല്ല. ബിക്കോസ് ദർ ആർ 3 reasons to it. One is your voice. It is always, I have found it very different, and the kind of roles, of course, the skill is kept aside. The kind of roles that you've done always had a charisma, or a different element under, and the voice added to it. Thank okay? you. And the third, these are the two, and the third one is your name. കാരണം ഈ മുത്തുമണി എന്ന് പറയുന്ന പേര് യൂഷ്വലി ഇറ്റ്സ് എ പെറ്റ് നെയിം അല്ലേ? കുഞ്ഞുങ്ങളെ നമ്മൾ കൊഞ്ചിക്കുമ്പോഴൊക്കെ വിളിക്കുന്ന. ദിസ് നെയിം സ്ട്രക്ക് മീ ഈവൻ ബിഫോർ ഐ കുഡ് പ്ലേസ് യു ആസ് എൻ ആക്ട്രസ് ഓർ മൂവീസിലൊക്കെ പ്ലേ. ഇറ്റ് വാസ് എ വെരി ക്യൂട്ട് നെയിം, വെരി റെയർ. ബിക്കോസ് പേരുകൾ ചിലപ്പം ചിലർക്ക് നാണക്കേട് ഉണ്ടാക്കും വളർന്നു വരും. നമുക്ക് ചോയ്സ് ഇല്ലാത്തൊരു കാര്യമാണല്ലേ പേര്. ഞാൻ എപ്പോഴും വണ്ടർ ചെയ്തിട്ടുണ്ട്, ഡിഡ് മുത്തുമണി അറ്റ് എവർ എനി പോയിന്റ് ഇൻ ടൈം did not like this name? ആക്ച്വലി ചേച്ചി പറഞ്ഞ 3 എലമെന്റ്സിൽ എനിക്ക് പേഴ്സണൽ ക്രെഡിറ്റ്സുകൾ ഒന്നുമില്ല കേട്ടോ. ആക്ച്വലി ഇറ്റ്സ് ഓൾ ഗിഫ്റ്റഡ് ബൈ ദ പീപ്പിൾ അറൌണ്ട് മീ, ഐ വുഡ് സേ. കമ്മിങ് ടു ദ നെയിം പാർട്ട്, വീട്ടിൽ ചേച്ചിയുടെ പേര് പൊന്നു എന്നാണ്. സോ അങ്ങനെ ഉണ്ടല്ലോ ഈ 80s കിഡ്സിനൊക്കെ ഉള്ളൊരു ഉണ്ടല്ലോ, മൂത്ത ആൾക്കും ഇളയാൾക്കും സിമിലർ പേര് എന്നുള്ള കോൺസെപ്റ്റ്. സോ പൊന്നു ബിക്കെയിം പൊന്നുമണി, അതുകൊണ്ട് ഞാൻ മുത്തുമണി. അപ്പോൾ എൻ്റെ ഒഫീഷ്യൽ നെയിം മുത്തുമണി എന്നായി എന്നുള്ളതാണ്. സോ അറ്റ് സം പോയിന്റ് വി വർ ലൈക്ക് അതെന്ത് ഇങ്ങനത്തെ പേര് എന്നുള്ളത്. അപ്പോൾ അന്ന് അച്ഛൻ എൻ്റെ അമ്മ യൂസ് ടു സേ, നിങ്ങൾ നോക്കുക, ദിസ് ഇസ് എ യുണീക്ക് നെയിം, വേറെ ആർക്കും ഇല്ല. പിന്നെ 10-15 വയസ്സ് കഴിയുമ്പോൾ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ മാറ്റണമെങ്കിൽ നിങ്ങൾ മാറ്റിക്കോ, എന്താ ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്തു തരാമെന്ന് പറഞ്ഞു. പക്ഷെ ഒരു ഹൈസ്കൂളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ റിയലൈസ് ചെയ്യണം, ദിസ് ഇസ് വെരി യുണീക്ക്. എന്താ പറയുക, ഒരു ക്രൗഡിൽ ഇപ്പോൾ നമ്മൾ ഒരുമയപ്പെട്ട പല പേര് വിളിച്ചാലും ഒരു കുറച്ച് പേരുണ്ടാവും. വളരെ അപൂർവമാണ് ഉണ്ടാവാറുള്ളത്. പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് ഇടുന്ന പേരാണ്. അപ്പം ഇൻഫാക്ട് പൊന്നൂന് ഹോസ്റ്റൽ അലോട്ട്മെന്റ്, സിസ്റ്റർ ഔട്ട്സൈഡ് കേരള പഠിച്ചത്, ഹോസ്റ്റൽ അലോട്ട്മെന്റ് ഒക്കെ ആയ സമയത്ത് ഗേൾസ് ഹോസ്റ്റലല്ല ബോയ്സ് ഹോസ്റ്റൽ ലിസ്റ്റ്, പിന്നെ പേര് മാറ്റിയെടുക്കാം. അപ്പോൾ ഐ വാസ് ഓൾസോ വർക്കിംഗ് വിത്ത് ഇൻ എ കോർപ്പറേറ്റ്. സോ അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ട്രാവൽ ഡെസ്കിൽ നിന്ന് ഹെഡ് ഓഫീസിൽ ഇത് ബുക്ക് ചെയ്യുമ്പോഴും അവർ ഇടുമ്പോൾ മുത്തുമണി. അപ്പോൾ ഞാൻ വിളിച്ച് പറയും ട്രാവൽ ഡെസ്കിൽ, നോ പ്ലീസ് ഡു കറക്റ്റ് ദിസ്. അതേപോലെ ഞാൻ ഡെസ്ക് ഹോട്ടലിൽ ചെന്നിട്ട് വേണമെങ്കിൽ കറക്റ്റ് ചെയ്യാൻ നിൽക്കേണ്ടി വരും. അങ്ങനെ കുഞ്ഞു കുഞ്ഞു എലമെന്റ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ പോലെ വഴക്ക് പറയണമെങ്കിലും മുത്തേ പൊന്നിന്ന് വെച്ചിട്ട് ഞങ്ങളെ വഴക്ക് പറയാൻ പറ്റുള്ളൂ. ഏത് പ്രായത്തിലും മുത്തേ പൊന്നെ തന്നെ പറയാൻ പറ്റുള്ളൂ. more towards ഒരു Tamilian name ഉണ്ട്. Is there any link to it? Born and brought up in Ernakulam. എല്ലാവരും എപ്പോഴും ചോദിക്കും, പ്രത്യേകിച്ചും അച്ഛനെ എല്ലാവരും സോമസുന്ദരം എന്നാണ് റീഡ് ചെയ്യുന്നത്. Even Somasundaram is sounding like അക്ഷരത്തിന്റെ പേര് സോമസുന്ദരൻ ആണ്, which is very completely മലയാളി പേര് തന്നെയാണ്. അപ്പം ഒരു രീതിയിലും ഇല്ല അല്ലേ. Anyway, that was a beautiful start. ഞാൻ പറഞ്ഞല്ലോ, നാടകം ഒരു you were from the stage, from theatre അല്ലേ? ഈ ഞാൻ വോയിസിൻ്റെ കാര്യവും പറഞ്ഞു, the kind of roles that you do in movies, ഇതിലൊക്കെ എവിടെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നെന്ന് തോന്നിയിട്ടുണ്ട്. മലയാളം has accepted you like that. Do you think ഈ നാടകവേദികളാണ്, അല്ലെങ്കിൽ your background with theatre has added to it? ആക്ച്വലി എൻ്റെ തിയേറ്റർ എന്ന് പറഞ്ഞാൽ പലരും ചോദിക്കുന്നത്, എപ്പോഴും വിചാരിക്കുന്നത് ഞാൻ തിയേറ്ററിൽ ട്രെയിൻഡ് ആണെന്നുള്ളതാണ്. അങ്ങനെ എൻ്റെ ഒരു അക്കാഡമിക് പെർസ്യൂട്ടിൽ തിയേറ്റർ എന്നുവെച്ചാൽ കോഴ്സസ് ചെയ്തൊന്നും തിയേറ്റർ അല്ല. ഐ ഡിഡ് മൈ ലോ, then I did my masters in law, now doing my research in law. So that was my academic track. പലരും എൻ്റെ അടുക്ക സ്കൂൾ ഓഫ് ഡ്രാമ അങ്ങനെ, പക്ഷെ അങ്ങനെ പറ്റിയിട്ടില്ല, ഞാൻ ചെയ്തിട്ടുള്ള ആളല്ല. സ്കൂൾ ഡേയ്സിൽ ഞങ്ങൾ ഭയങ്കര ഒരു ആക്റ്റീവ് തിയേറ്റർ ടീമായിരുന്നു ഞങ്ങളുടെ സ്കൂളിലത്തെ. ഞാൻ സെൻറ്റ് മേരീസ് എന്ന് പറഞ്ഞിട്ടുള്ള എറണാകുളത്തുള്ള സ്കൂളിലാണ് പഠിച്ചത്. സോ അവിടുത്തെ ഒരു നാടക കോമ്പറ്റീഷന് കൊണ്ടുപോകുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കിഡ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് സ്ഥിരം എല്ലാ വർഷവും ഞാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു മേജർ സെറ്റ് ഓഫ് എക്സ്പോഷർ തിയേറ്ററിലേക്ക് വന്നിട്ടുള്ളത്. പിന്നെ അച്ഛനും അമ്മയും അധ്യാപകരായിരുന്നു, പക്ഷെ ദേ ഓൾവേസ് ഹാഡ് ദിസ് ഇൻക്ലിനേഷൻ ടുവേർഡ്സ് ആർട്ട്, തിയേറ്റർ ആൻഡ് ആർട്ട് ഇൻ ജനറൽ. അപ്പം ഓൾവേസ് നമുക്ക് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്, ഡാൻസ് പഠിക്കണമെങ്കിൽ ഡാൻസ്, പാട്ട് വേണമെങ്കിൽ പാട്ട്, തിയേറ്റർ വേണമെങ്കിൽ തിയേറ്റർ, അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പം ഒരു 93
94 കാലഘട്ടം. ദാറ്റ് വാസ് ഞാൻ 3ാം ക്ലാസ് 4ാം ക്ലാസ് കാലഘട്ടം തുടങ്ങി എൻ്റെ എല്ലാ സമ്മേഴ്സും ഫിൽ വിത്ത് തിയേറ്റർ ആക്ടിവിറ്റീസ് ആണ്. അന്ന് ഈ പറയുന്ന അത്ര തിയേറ്റർ ക്യാമ്പ്സ് ഇല്ല. പക്ഷെ അച്ഛൻ എൻ്റെ അമ്മ യൂസ് ടു ഫൈൻഡ് ഔട്ട് എവിടെയാണുള്ളത്, നമ്മളെ അവിടെ കൊണ്ടുപോയി ക്ലാസ് അറ്റൻഡ് ചെയ്യും. അങ്ങനെ അവരുടെ സൈഡിൽ നിന്നുള്ള ആ ഒരു എഫേർട്ടാണ് ആക്ച്വലി എൻ്റെ ഈ ഒരു ജേർണിയുടെ ഒരു എന്താ പറയുക പാത്ത് സെറ്റ് ചെയ്തെന്നുള്ള ഫൗണ്ടേഷൻ സെറ്റ് എന്നുള്ളത് അവിടെയാണ്. അത് കഴിഞ്ഞ് 11th ആയപ്പോഴത്തേക്കും പിന്നീട് കോമ്പറ്റീഷൻസ് അധികം പോയിട്ടില്ല. സ്കൂൾ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ യൂത്ത് ഫെസ്റ്റിവൽസ് അങ്ങനെ പോയിട്ടില്ല. കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള സീനിയേഴ്സിൻ്റെ ഒക്കെ കൂടെയുള്ള അമേച്വർ തിയേറ്റർ ഗ്രൂപ്പ്സ് ഉണ്ട്. എറണാകുളത്ത് ലോകധർമ്മി, സെലിബ്രേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല അമേച്വർ തിയേറ്റർ ഗ്രൂപ്പ്സ് എറണാകുളത്തുണ്ട്. അപ്പോൾ അവരുടെ കൂടെ അസോസിയേറ്റഡ് ആയിട്ട് അതിൻ്റെ ആ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഓരോരുത്തരും ചിലർ പഠിക്കുന്നവരായിരിക്കും, കോളേജ് ഗോയിങ് സ്റ്റുഡൻസ് ഉണ്ടാവും, ചിലർ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാകും, ചിലർ ഹൗസ് വൈഫ് ഉണ്ടാവും. അങ്ങനെയുള്ളൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരുമിച്ച് വരുന്നൊരു ഗ്യാതറിങ്. അപ്പം എല്ലാവരും സാറ്റർഡേ സൺഡേസ് അല്ലെങ്കിൽ ഈവനിങ്സ് അങ്ങനെ വന്നിട്ട് നമ്മളുണ്ടാകുന്നൊരു ഗ്രൂപ്പ്. അപ്പം ആ തിയേറ്റർ ജേണിയാണ് എൻ്റെ അടുത്ത ഫേസ് ഓഫ് തിയേറ്റർ ജേണി എന്ന് പറയുന്നത്. ആ സമയത്ത് ഈ പറഞ്ഞ പഠിത്തം ഇതും കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ആ സമയത്താണ് തിയേറ്റർ ഒളിമ്പ്യാഡ് അല്ലെങ്കിൽ ഏൻഷ്യൻ ഗ്രീക്ക് തിയേറ്റർ ഫെസ്റ്റിവൽ ഇൻ ഗ്രീസ് അങ്ങനെയുള്ള എന്താ പറയുക എക്സ്പോഷർ കിട്ടിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നുവാൽസിലാണ് ലോ ചെയ്തിരുന്നത്. അവിടേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും കുറച്ചുകൂടെ നമുക്ക് സമയം റെസ്ട്രിക്റ്റഡ് ആയി, പ്രൊഫഷണൽ കോഴ്സിലേക്ക് ആയതോടുകൂടി. പിന്നെ ചെയ്തിരുന്ന പ്ലേയുടെ എണ്ണം പതുക്കെ പിന്നെ കുറഞ്ഞു. 1 year ഒരെണ്ണം, ഇയർലി ഒരു പ്ലേ അങ്ങനെയൊക്കെയുള്ള രീതിയിലേക്കായി. വൺസ് ആഫ്റ്റർ ദാറ്റ് പിന്നെ വളരെ ലിമിറ്റഡ് ആണ്. റെഗുലറായിട്ട് നാടകം കാണാൻ പോകുന്നു എന്നുള്ളതല്ലാണ്ട് ചെയ്തിട്ടുള്ള സത്യം പറഞ്ഞാൽ വളരെ കുറവാണ്. ആഫ്റ്റർ ദാറ്റ് ഇൻ ലാസ്റ്റ് 10 to 15 years ഞാൻ ചെയ്തിട്ടില്ല പ്ലേ. ഇല്ല. ഓക്കെ. അത് അത്രയും ഗ്യാപ്പുണ്ട് എനിക്ക്. Absolutely. It is one amazing place to be. നമ്മളെ എന്താ പറയുക, ലേണിംഗ്, റീലേണിംഗ്, അൺലേണിംഗ് അങ്ങനെ എല്ലാ സ്റ്റേജസിലും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഓൺ എ ഡേ ടു ഡേ ബേസിസ്, ഓൺ എ ഡെയിലി ബേസിസ്. ഒരു സീൻ എടുക്കുമ്പോഴോ ഒരു ക്യാരക്ടറിനെ അപ്രോച്ച് ചെയ്യുമ്പോഴൊക്കെ ദാറ്റ് ഈസ് ഓൾവേസ് ഹാപ്പനിങ്. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട് മൂവിയിൽ ഹൗ കംഫർട്ടബിൾ വേ യു? വളരെ കംഫർട്ടബിൾ ആണ്. എനിക്ക് അങ്ങനെ ഒരു ട്രാൻസിഷൻ ഡിഫറൻസോ ഇഷ്യൂസോ ലക്ലി ഫീൽ ചെയ്തിട്ടില്ല. അതിന് വൺ മേജർ റീസൺ വുഡ് ബി ഫ്രം വേർ ഐ സ്റ്റാർട്ടഡ് ദ ഹോൾ തിങ് എന്നുള്ളതായിരിക്കും. രസതന്ത്രമാണ് എൻ്റെ ഫസ്റ്റ് മൂവി. സത്യൻ സാറാണ്. ഇൻഫാക്ട് സത്യൻ സാർ എന്നെ കണ്ടിട്ട് വിളിക്കുന്നത് തന്നെ ഒരു തിയേറ്റർ പ്രൊഡക്ഷൻ്റെ ഇൻ്റർവ്യൂ അന്ന് ഇന്ത്യ വിഷൻ ചാനലുള്ള സമയം. ഇന്ത്യ വിഷനിൽ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടാണ് സത്യൻ സാറിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും വിളിക്കുന്നതും തന്നെ. അപ്പം സാറിന് അറിയാം എൻ്റെ തിയേറ്റർ എക്സ്പോഷറും ബാക്ക്ഗ്രൗണ്ടും സാറിന് അറിയാം. എൻ്റെ പിന്നെ ഫസ്റ്റ് ഡേ ഓഫ് സ്റ്റാർട്ട് എന്ന് പറയുന്നത് ലാൽ സാറ്, ഗോപി സാറ്, ലളിതാൻറ്റി, അങ്ങനെ അവർ 3 പേരും വളരെ രസമായി തിയേറ്റർ എക്സ്പോഷറുള്ള ആൾക്കാരാണ്. അപ്പം അവരുടെ സംസാരങ്ങൾക്കിടയിൽ നിന്നൊക്കെ നമുക്ക് അവരുടെ തിയേറ്റർ വിശേഷങ്ങളൊക്കെ കേൾക്കാം. പക്ഷേ എവിടേക്കോ എനിക്കിങ്ങനെ നമ്മളെവിടെയെങ്കിലും കൂടി പോകുമോ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളൊരു തോന്നലൊക്കെ വരുന്ന സമയത്തും നമ്മൾ ചുറ്റുവട്ടത്തും കാണുന്ന ഇവരുടെയൊക്കെ പെർഫോമൻസാണ്. അപ്പം നമുക്ക് സംവേർ നമ്മളെ ഒന്ന് ട്യൂൺ ചെയ്ത് പിടിച്ച് നിർത്താനൊക്കെ ഉള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നു. എൻ്റെ വെരി ഫസ്റ്റ് ഫിലിം അല്ലെങ്കിൽ വെരി ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ട് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം grateful to the day one in the industry, I would say. ഈ മൂവിയിലെ പല റോൾസ് എടുത്ത് നോക്കിയാലും വളരെ മെച്യൂർ ആയിട്ടുള്ള റോൾസ്, വളരെ പെപ്പി ആൻഡ് യുനോ ഐ ലവ് ദാറ്റ് റോൾ. പെട്ടെന്ന് കിട്ടുന്നില്ല ആ ഒരു ഗ്രൂപ്പ് ഓഫ് വിമൻ ഇന്നത്തെ ചിന്താവിഷയത്തിലൊക്കെയുള്ള ആ ഒരു റോള്. പിന്നെ മുസ്ലിം ക്യാരക്ടർ അലോങ് വിത്ത് മോഹൻലാൽസ് ഒരു മൂവിയിൽ. ഇന്നത്തെ ചിന്താവിഷയം അല്ല, ഞാൻ വേറൊരു മൂവിയിലായിരുന്നു. I didn't get the group of women who are getting jealous. Meera Jasmine. അതാണ് ഇന്നത്തെ ചിന്താവിഷയം. സെയിം ആണല്ലേ? ആ ഒരു ക്യാരക്ടർ. പിന്നെ അങ്കിൾ വാസ് എ ബ്രില്യൻറ്റ് ക്യാരക്ടർ. ഒരു സെലക്ട് കൈൻഡ് ഓഫ് ഓണസ്റ്റ്ലി ഏജിനേക്കാളും കുറച്ച് മുതിർന്ന ക്യാരക്ടേഴ്സ് അല്ലേ ചെയ്തത്. സ്കൂളിൽ പഠിക്കുമ്പോൾ തുടങ്ങി എനിക്ക് അങ്ങനെയാണ്. ഇൻഫാക്ട് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. എക്സാക്ട്ലി. അല്ലെങ്കിൽ ഞാൻ 10th പഠിക്കുമ്പം അമ്മയുടെ ഒരു സാരി കൊടുത്തിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പം സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ നിൽക്കുന്ന സമയത്ത് അപ്പം സാറും ഒഫീഷ്യൽസ് പറയണ ഇനി ടീച്ചേഴ്സൊക്കെ ഇറങ്ങിക്കോളൂ, ടീച്ചേഴ്സൊക്കെ കുട്ടികൾ സ്റ്റേജിൽ നിൽക്കുക കട്ടൻ റൈസ്. അപ്പം ഞാനിങ്ങനെ മറണെന്ന് ടീച്ചറെ മാറി ടീച്ചർ. അപ്പം ഞാനിങ്ങനെ ഒരു സെക്കൻഡ് ഇങ്ങനെ ഐ വാസ് ലൈക്ക് ടേക്കൺ അബാക്ക്, ലൈക്ക് ഞാൻ 10th ദൈവം എന്നെ കണ്ടിങ്ങനെയൊക്കെയാണോ. സോ ദാറ്റ് വാസ് ഓൾവേസ് ദെയർ. പക്ഷേ അത് എനിക്ക് അഡ്വാൻറ്റേജ് ആയിട്ടേ വന്നിട്ടുള്ളൂ എല്ലായ്പ്പോഴും. ഇറ്റ് വാസ് ഈസി ആൻഡ് എന്താ പറയുക, ഒരു ഷെയർ ഓഫ് പോർഷൻ എനിക്ക് കൺവിൻസിങ് ആക്കാൻ പറ്റും വിത്ത് മൈ ബോഡി, വിത്ത് മൈ അപ്പിയറൻസ്. എനിക്ക് തരുന്ന അത്തരത്തിലുള്ള ക്യാരക്ടർ പെട്ടെന്ന് കൺവിൻസിങ് ആയിട്ട് ഹാഫ് ദ ജേർണി ഈസ് ഡൺ അവിടെ ആക്ച്വലി. പിന്നീട് ഇങ്ങോട്ടേക്ക് സിനിമയിലേക്ക് വന്നപ്പോഴാണെങ്കിലും അത് എപ്പോഴും പ്രായത്തിൽ മുതിർന്ന കഥാപാത്രങ്ങൾ തന്നെയാണ് ഓൾവേസ് കിട്ടിയിട്ടുള്ളത്. വളരെ അപൂർവം അല്ലാതെ വന്നിട്ടുള്ളൂ. അല്ലെങ്കിൽ പ്രായം സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യാത്ത ക്യാരക്ടേഴ്സ് ഉണ്ട്. അതർവൈസ് ആസ് യു സെഡ് ഇറ്റ് ഇസ് സ്ലൈറ്റ്ലി
മോർ ഏജ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. അതൊരിക്കലും ഒരു ബോധറേഷൻ ആയിട്ട് തോന്നിയില്ല? അബ്സല്യൂട്ട്ലി ഇല്ല. എന്ന് വെച്ചാൽ നമ്മളുടെ അടുക്കേക്ക് വരുന്ന കഥാപാത്രങ്ങൾ നമ്മൾ കംഫർട്ടബിൾ ആവുക, ആ സ്കിന്നിൽ അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ എളുപ്പമാണ്, നമ്മൾ കംഫർട്ടബിൾ ആവുന്ന ഒരു സിറ്റുവേഷൻ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ ഉദ്ദേശിക്കുന്ന പ്രായത്തിൻ്റെ ഏജോ അല്ലെങ്കിൽ ഇതിനേക്കാൾ അപ്പുറത്ത് ആ കഥാപാത്രത്തിന് ആ സിനിമയിൽ എന്താ പർപ്പസ് എന്നുള്ളതാണ് ഓൾവേസ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. ഒരു സിനിമ പോകുന്ന, ഒരു കഥ പോകുന്ന ഒരു ഒഴുക്കുണ്ടാവും. ആ ഒഴുക്കിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പല കഥാപാത്രങ്ങളുണ്ടാവും. ചിലപ്പോൾ ഒരു സിംഗിൾ പേഴ്സൺ ആയിരിക്കും ദ എൻറ്റയർ തിങ് വിൽ ബി ഷോൾഡറിങ്. ചില സമയത്ത് ചില മറ്റു കഥാപാത്രങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവും, മറ്റു കഥാപാത്രങ്ങൾ അതിനെക്കുറിച്ച് ബ്യൂട്ടിഫൈ ചെയ്യുന്നുണ്ടാവും എൻറ്റയർ ജേർണി. അത്തരത്തിൽ എന്തെങ്കിലും രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനോ ഒരു ബ്യൂട്ടിഫുൾ അഡീഷൻ ആവാനോ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് എൻ്റെ പ്രൈമറി പാരാമീറ്റർ. That's a nice way to look at it. I know it's a cliche question and that question doesn't stand, but still holding close to your heart ഏതെങ്കിലും ക്യാരക്ടേഴ്സ് ഉണ്ടോ? ഒത്തിരി ക്യാരക്ടേഴ്സ്. നോട്ട് ജസ്റ്റ് വൺ ക്യാരക്ടർ. ആസ് യു സെഡ്, അങ്കിൾ ഇസ് റിയലി വൺ ഓഫ് മൈ വെരി ഫേവറേറ്റ് ക്യാരക്ടർ. എപ്പോഴും എല്ലാവരും പറയുകയും നമുക്ക് അപ്രിഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് അങ്കിൾ എന്ന മൂവിലത്തെ ക്യാരക്ടർ. ലോകം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു അമ്മ, ഒരു സ്ത്രീ അല്ലേ? അത് ഭയങ്കര എനിക്ക് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ്. അതിന് ഈ പറഞ്ഞ പോലെ ഹോൾ ക്രെഡിറ്റ്സ് ടു ദ വൺ ഹു റോട്ട് ഇറ്റ്. ഞാനപ്പോൾ ജോയിയുടെ ഇടയ്ക്ക് എപ്പോഴും ജോയ് മാത്യു ആണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത് ഭയങ്കര രസമുള്ള ക്യാരക്ടറാണ്. അത് തന്നെയല്ല, ആ ബ്രേക്ക് ഇരിക്കുന്ന സമയത്ത് ആ സ്ത്രീ വെറുതെ ഇരിക്കുകയല്ല, മീൻസ് അവർ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്, അവർ ന്യൂസ് ചാനൽ കാണുന്നുണ്ട്, അവർ അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. അത്തരത്തിലുള്ള ക്യാരക്ടറിനെ നമുക്ക് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. ഇപ്പം ഞാനല്ലാതെ വേറെ ആരാണ് ചെയ്യുന്നെങ്കിൽ പോലും നമുക്കത് കാണുമ്പോൾ ഒരു സന്തോഷമുള്ള ക്യാരക്ടറാണ്. അതിൻ്റെ ഡയറക്ടറായിരുന്നു ഗിരീഷ് ഏട്ടൻ. അപ്പോൾ ഇവരെല്ലാവരും ഈ പറഞ്ഞ പോലെ ആ ഒരു എല്ലാ ക്യാരക്ടേഴ്സിനും അതിൻ്റേതായിട്ടുള്ള സ്പേസും പേർപ്പസും ഒക്കെ വേണമെന്ന് സ്പെസിഫിക്കലി ചിന്തിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ളവരിൽ നിന്ന് ആ ക്യാരക്ടേഴ്സ് വരുന്നതിൻ്റെ ഒരു ബ്യൂട്ടി നമുക്ക് വിഷ്വലി മനസ്സിലാവാൻ ചെയ്യും. പിന്നെ ഓൾവേസ് മൈ ഫേവറേറ്റ് ഇസ് രസതന്ത്രം. 18 വർഷമായ ക്യാരക്ടർ. ഇന്നലെ ഞാൻ ബഹ്റൈനിൽ വന്നിറങ്ങിയപ്പോഴും ദ ഫസ്റ്റ് നെയിം എവരി വൺ ടെല്ലിംഗ് മീ ഇസ് രസതന്ത്രം. അത് വളരെ ക്ലോസ് ടു മൈ, ഇറ്റ്സ് ഓൾവേസ് വെരി പ്രഷ്യസ് ടു മീ ആ ക്യാരക്ടർ. One of the best movies as well, which the industry has seen indeed. പിന്നെ ലുക്ക ചുപ്പി, ദാറ്റ് ഇസ് വൺ മൂവി ഒരു പക്ഷെ അധികം ആൾക്കാർ തിയേറ്ററിൽ കണ്ടിട്ടായിരിക്കില്ല, പക്ഷെ പിന്നീട് അവരുടെയൊക്കെ ഒരു പേഴ്സണൽ സ്പേസിലത്തെ ഒരു പേഴ്സണൽ മൂവി ആയിട്ട് അത് വരികയും നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് സ്ഥിരം മെസ്സേജുകൾ വരും. ആരെങ്കിലും കണ്ടു നിങ്ങളുടെ പോലെ അങ്ങനെ ഉണ്ട്, അതിൻ്റെ അകത്ത് ഇന്നാളുടെ പോലെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്. ദാറ്റ് ഇസ് വൺ തിങ് ആൾക്കാർ റിലേറ്റ് ചെയ്യുന്ന, കണക്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. ദെൻ അനദർ മൂവി എല്ലാവരും കോട്ട് ചെയ്ത് പറയുന്ന ജമുന പ്യാരി എന്നുള്ള പടമാണ്. ഞാൻ എപ്പോഴും എൻ്റെ ഇടയ്ക്ക് പറയും കാറിൻ്റെ സീറ്റ് സെറ്റ് ചെയ്തിട്ടോ അഡ്ജസ്റ്റ് ചെയ്തിട്ടോ എന്നൊക്കെ ചില തമാശയൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും. സോ അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് നമുക്ക് വളരെ ക്ലോസ് ടു മൈ വെരി ക്ലോസ്. കാതൽ എന്ന് പറഞ്ഞിട്ടുള്ള പടം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് മൂവീസിലൊന്നാണ് കാതലിൻ്റെ കോർ എന്ന് പറയുന്നത്. അത് ഈ പറഞ്ഞ പോലെ വളരെ റീസെൻ്റ്ലിയാണ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ നവംബറിൽ 2023 നവംബറാണ്. അതിൻ്റെ മേക്കിംഗ് പ്രോസസ് ആണെങ്കിലും ആ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന വിഷയങ്ങളാണെങ്കിലും അതിലത്തെ അത് ചെയ്യാൻ പറ്റിയൊരു എനിക്ക് കിട്ടിയ ഒരു ക്യാരക്ടർ എല്ലാം കൊണ്ടും ദാറ്റ്സ് വെരി ഫേവറേറ്റ് വൺ. അതിൻ്റെ പല പടങ്ങളുണ്ട്. ഇപ്പം നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ മിസ്സായി പോകുന്നതാണ്, പക്ഷേ there are so many. It's like a mother and her children അല്ലേ? പിന്നെ any new projects? ഇനിയിപ്പം ഒരു വെബ് സീരീസ് ഉണ്ട്, വർക്ക് കഴിഞ്ഞിട്ടിരിക്കാൻ. അതിന് പോസ്റ്റ് പ്രൊഡക്ഷൻസ് വർക്ക്സ് നടക്കുന്നു. ഫിലിം ജൂലൈയിലേക്ക് റിലീസ് വരുന്നുണ്ട്. ഗെറ്റ് സെറ്റ് ബേബി എന്നാണ് ഫിലിമിൻ്റെ പേര്. ഉണ്ണിമുകുന്ദൻ ലീഡ് റോള്. പിന്നെ 1-2 പടങ്ങൾ ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ആമിഗോസ്, അഡിഗോ, ഞാൻ പറയുമ്പോൾ എപ്പോഴും തിരിഞ്ഞു പോകും, അതുണ്ട്. പിന്നെ ഒരു പടം വർക്ക് നടക്കുന്നുണ്ട്. വെബ് സീരീസ് നിവിൻ പോളി ഇൻ ദ ലീഡ്. ഇറ്റ് വിൽ ബി കമ്മിങ് ഇൻ ഹോട്ട്സ്റ്റാർ. ഡയറക്റ്റഡ് ബൈ അരുൺ. അരുണാണ് ജമുന പ്യാരി എഴുതിയിരുന്നത് ആൻഡ് ഹീസ് മൈ ഹസ്ബൻഡ് ആസ് വെൽ. അപ്പോൾ ഞാൻ എപ്പോഴും ഇത് പറഞ്ഞു വരുമ്പോൾ എല്ലാവർക്കും ജമുന പ്യാരി എഴുതിയ ആൾ ഹസ്ബൻഡാണ്, അപ്പോൾ ശരിക്കും വീട്ടിലിങ്ങനെയാണോ ചോദിക്കും? അല്ല. So yeah, that's how things are going on. You have yet another hat that you wear of an anchor. ഒരു award winning anchor ആണല്ലോ. Award winning show. Award winning show. അതിൽ ആങ്കർ ചെയ്ത ഒരു എക്സ്പീരിയൻസും ഒരു ക്വിക്ക് ക്വസ്റ്റ്യൻ വുഡ് ബി ലൈക്ക്, how do you look at today's anchoring world from your experience? എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് 2-3 ടൈപ്പ് ഓഫ് ജോണർ ഓഫ് ഷോസ് ഉണ്ടാവുമല്ലോ. ആക്ച്വലി വൺ വേർ ദ ആങ്കർ ഇസ് ടോക്കിംഗ് മോർ ആൻഡ് ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ ഇസ് എന്താണ് കണ്ടന്റ്, എന്താണ് ഷോയുടെ നേച്ചർ, എന്താണ് ഷോയുടെ ടെക്സ്ചർ എന്നുള്ളത് അവർ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും നോൺ സ്റ്റോപ്പായിട്ട്. അതൊരു കാറ്റഗറി ഓഫ് ഷോസ്. വേറൊരു സ്ഥലത്ത് ഇറ്റ് വിൽ ബി മോർ ലൈക്ക് എ ഡിസ്കഷൻ വെയറിൻ എല്ലാവരും ആണ് ഈക്വൽ ഫൂട്ടിങ് വന്നിട്ടുള്ളത്. പിന്നെ വേറെ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ദ ആങ്കർ വിൽ ബി ടേക്കിംഗ് ദ മാക്സിമം ഇൻപുട്ട് ഫ്രം ദ ഓഡിയൻസ് ഓർ ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ പാനൽ മെമ്പേഴ്സ്. ഐ വുഡ് ഡെഫിനറ്റ്ലി ബിലീവ് ഐ ബിലോങ് ടു ദ തേർഡ് കാറ്റഗറി എന്നുള്ള. ഇതൊരു കാറ്റഗറി അല്ല, ഞാൻ എൻ്റെ റീഡിങ് മാത്രമായിട്ട് പറയണത്. ദാറ്റ്സ് റോങ്, മൈറ്റ് ബി റോങ് ഓൾസോ. കാരണം ഈ പർട്ടിക്കുലർ ഷോ എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചാൽ ഐ ഡോണ്ട് വോണ്ട് ടു ഗെറ്റ് ഇൻ ടു എ ഫൈറ്റ് വിത്ത്
ദ ഇൻവൈറ്റഡ് ഗസ്റ്റ്. എനിക്ക് അങ്ങനെ ഒരു അവരുമായിട്ട് എന്ന് പറയുക ലിറ്ററലി മലയാളത്തിൽ പറഞ്ഞാൽ കൊമ്പ് കോർക്കുക എന്നുള്ളൊരു സംഭവത്തിലേക്ക് ഞാൻ വരാൻ ഉദ്ദേശിക്കുന്നില്ല. ബട്ട് ഡെഫിനറ്റ്ലി ഐ വോണ്ട് ടു ബി എ പാർട്ട് ഓഫ് ദിസ് ഷോ. എൻ്റെ ആഗ്രഹം ഇങ്ങനെ ഇത് ഷോ മുന്നോട്ട് കൊണ്ടുപോകാൻ. നമുക്കറിയാം ഡെഫിനറ്റ്ലി ആ പർട്ടിക്കുലർ വിഷയത്തിൽ ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഫോർ എക്സാമ്പിൾ തൊഴിലിടങ്ങളിലെ സ്ത്രീകൾ എന്നുള്ളൊരു വിഷയത്തിൽ അവരുടെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ അവിടെ 3 പേരുടെ ഇൻപുട്ട് എൻ്റെ ഒരാളുടെ ഇൻപുട്ടിനേക്കാൾ വളരെ വലുതാണ്. ഞാൻ അവിടെ എൻ്റെ വിഷയം അല്ലെങ്കിൽ എൻ്റെ കാര്യം കൂടുതൽ പറയുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ല അവരുടെ 3 പേരുടെ ഇൻപുട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് എനിക്കും വാല്യൂ അഡീഷനാണ്, ഈ ഷോ കാണുന്ന ആൾക്കാർക്കും വാല്യൂ അഡീഷനാണ്. സോ ഇറ്റ് ഈസ് നോട്ട് എന്താ പറയുക, ഞാൻ ഒരാൾ അങ്ങടേക്ക് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ഞാൻ ഒരാൾ അവരെ സൂപ്പർ പവർ ചെയ്ത് സംസാരിച്ച് കഴിയുമ്പോൾ ഈ 3 പേരുടെയും ബെസ്റ്റ് നമുക്ക് പുറത്തേക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നേരെ മറിച്ച് നമ്മൾ അവരടിക്കുന്ന മോർ ഇൻഫർമേഷൻ ഇങ്ങോട്ടേക്ക് എടുക്കുന്ന ഒരു രീതിയിലുള്ളൊരു ഫോർമാറ്റും ഒരു പൊസിഷനിങ്ങാണ് ഞാനന്ന് റിക്വസ്റ്റ് ചെയ്തത്, which the producers and the entire team was very much okay with. അവരും പറഞ്ഞു നമുക്കും അങ്ങനെ തന്നെ ഒരു പ്ലാൻ ആവുന്നുള്ളത്. ഇറ്റ് ഷുഡ് ബി മോർ ലൈക്ക് എ ഡിസ്കഷൻ. ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ ഒറ്റ എപ്പിസോഡിലേക്ക് എത്തിയിട്ടില്ല. നമ്മൾ ഈ എല്ലാവരുടെയും പോയിന്റും എല്ലാവരുടെയും ആസ്പെക്ട്സും അവർ പറഞ്ഞ ആസ്പെക്ട്സും നമ്മളൊരു സമ്മറൈസ് ചെയ്ത് കൊടുക്കുക. ഇറ്റ്സ് അപ്പ് ടു ദ ഓഡിയൻസ് ടു ഡിസൈഡ് വാട്ട് ദേ വോണ്ട് ടു ടേക്ക് ഫ്രം ദാറ്റ് പർട്ടിക്കുലർ ഷോ. നമ്മൾ ഈ കാണുന്ന ഓഡിയൻസിൽ ആർക്കും നമ്മൾ സ്പൂൺസ് ഫീഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. അവരൊക്കെ ഹൈലി എന്താ പറയുക അവരുടേതായിട്ടുള്ള തന്നെ മൈൻഡും ഡിസിഷൻ മേക്കിംഗ് പവറും ശീലങ്ങളും അവരുടേതായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഉള്ള വ്യക്തികളാണ്. അവരിലേക്ക് നമ്മളൊരു സാധനം അടിച്ചേൽപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ദീസ് ആർ ദ ഓപ്ഷൻസ് അവൈലബിൾ ഇൻ ഫ്രണ്ട് ഓഫ് യു, ടേക്ക് എ കോൾ അക്കോർഡിംഗ്ലി, അല്ലെങ്കിൽ ടേക്ക് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ് എന്നുള്ളത് നമുക്ക് ആ ഒരു രീതിയിലാണ് നമ്മൾ ആ എൻറ്റയർ ഷോ പാറ്റേൺ ചെയ്തിരുന്നത്. which I am very happy to be a part of a particular show. Kerala State Award കിട്ടിയത് 2021 ആണോ 22 ആണോ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. കേരള സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ പർട്ടിക്കുലർ ഷോ. Right, good. And coming to law, was this your choice of profession? Actually, I was this talkative girl in the family all throughout. ഞങ്ങളൊരു ടീച്ചേഴ്സ് ഫാമിലിയാണ്. അച്ഛൻ, അമ്മ, അച്ഛൻ്റെ പേരൻസ്, അച്ഛൻ്റെ സിസ്റ്റേഴ്സ്, അല്ലെങ്കിൽ അമ്മയുടെ സിബ്ലിങ്സ്, അമ്മയുടെ അമ്മ, അതിനൊരു ടീച്ചേഴ്സ് ഫാമിലിയിൽ ഈ ഭയങ്കരമായിട്ട് വർത്തമാനം പറയണം. ഞാൻ പറഞ്ഞു നിന്നെ വക്കീൽ പഠിപ്പിക്കാൻ വിടാം എന്നുള്ള ഒരു കാഷ്വൽ കോൺവെർസേഷനിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തൊരു കാര്യമാണ്. സോ പക്ഷേ ഒരു ഫസ്റ്റ് സെമിസ്റ്റർ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഐ വാസ് ലിറ്ററലി കൺഫ്യൂസ്. ഇതായിട്ടോ ഞാൻ ചെയ്യേണ്ടിയിരുന്ന എന്നൊക്കെ ഉള്ള എല്ലാ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ബട്ട് അറ്റ് ദിസ് പോയിന്റ് വേർ ഐ എം റൈറ്റ് നൗ, ഞാൻ തിരിഞ്ഞ് നിന്ന് ചിന്തിക്കുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി ദാറ്റ് വാസ് എ വെരി good decision that I've taken, because otherwise you would not end up researching on the subject. And that too, what I'm researching right now is copyright and films. So that is a nice blend of what I've been working and what I have learned so far. So yes, that was the right decision. Practice ചെയ്യുന്നില്ലല്ലോ. I used to do in between. Even now I'm doing the contract and negotiations and things like that. ഏതെങ്കിലും സ്പെസിഫിക് ഫീൽഡിൽ more into film and contracts. പിന്നെ ഞാൻ റെഗുലർ കോഴ്സിലാണ് PhD ചെയ്തുകൊണ്ടിരിക്കുന്നത്. So I have that limitations. ഇടയ്ക്കുള്ള ബ്രേക്സിൽ മാത്രമാണ് ചെയ്തിട്ടുണ്ടായത്. Where do you see the future? Like, are you going to be the lawyer or the actress? How do you plan to retire? I know it's way forward. Maybe the lawyer actress and the actress lawyer. രണ്ടും കൂടെ ഹാൻഡിൽ ചെയ്യാനുള്ള. There used to be a time when നമ്മൾ ഒരു കാര്യം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ജാക്ക് ഓഫ് ഓൾ ട്രേഡ് മാസ്റ്റർ ഓഫ് നൺ എന്ന് പറഞ്ഞൊരു കാലഘട്ടത്തിൽ നിന്ന് മൾട്ടി ടാസ്കിങ്ങിലേക്കും എക്സലിംഗ് ഇൻ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോം എന്നുള്ളൊരു കാലഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഐ തിങ്ക് ഇതെല്ലാം കൂടെ നമ്മൾ പഠിച്ചിട്ടുള്ളതും നമ്മൾ കണ്ടിട്ടുള്ളതും നമ്മൾ ശീലിച്ചിട്ടുള്ളതുമായിട്ടുള്ള എല്ലാം കൂടെ മേർജ് ചെയ്തുകൊണ്ട് ഇഫ് യു ക്യാൻ പുട്ട് ഇറ്റ് ഇൻ ടു ആക്ഷൻ, that will be a right thing എന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് ഡെഫിനറ്റ്ലി ഫിലിം ആൻഡ് ദിസ് കോപ്പി റൈറ്റ്സ് ആൻഡ് ദീസ് കോൺട്രാക്ട്സ്, ആക്ടിങ്, എവറിത്തിങ് അതിൻ്റെ ഓരോ കുട്ടി കുട്ടി ബാസ്ക്കറ്റ്സ് ആണ്. All the very best. ആദ്യമായിട്ടല്ലേ ബഹ്റൈനിൽ? Yeah, first time. I know it's hardly hours, അല്ലേ? What's your first impression about Bahrain? It's a very quiet and nice place. നമ്മൾ പൊതുവേ നമ്മൾ പോയിട്ടുള്ള UAE മറ്റ് കൺട്രീസ് നോക്കുമ്പോൾ ഇവിടെ വന്നെത്തിക്കുമ്പോൾ വളരെ ശാന്തമാണ് കാര്യങ്ങൾ. എവരിബഡി അറ്റ്ലീസ്റ്റ് ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാരെല്ലാം വളരെ റഷില്ല, അത്രയില്ല. എനിക്കറിയില്ല ഇനി ഞാൻ വന്ന ദിവസത്തിൻ്റെ വ്യത്യാസമാണോ വീക്കെൻഡ് ആകുമ്പോൾ വ്യത്യാസം വരുമെന്നൊന്നും എനിക്കറിയില്ല. Weekend will be different, but still Bahrain has a charm of its own, which is serenity. Yeah, absolutely. The pace is very balanced. That's why you see ഇവിടെ ഉള്ള പലരും we are living here for decades. Years ഒന്നുമല്ല, we are living for decades. And every expat you see is 2 decades, 3 decades, 4 decades. It is the charm of the country. Absolutely. It's really visible. അപ്പോൾ വളരെ സന്തോഷം ബഹ്റൈനിൽ വന്നതിലും. ഐ തിങ്ക് ബഹ്റൈൻ കേരളീയ സമാജം അല്ലേ, ഈ ഷോ വുഡ് ബി ടെലികാസ്റ്റ് ആഫ്റ്റർ ഫിനിഷ് ദി ഇൻഡക്ഷൻ സെറിമണി ഓഫ് ബഹ്റൈൻ BKSന്റെ വനിതാ വേദിയുടെ ഇൻഡക്ഷൻ അല്ലേ. It's a very nice cause and the first to be visiting Bahrain. What is your message to the women out there? It's not just about the women out there, but to all people out there to
നമ്മളൊരു ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോൾ നമ്മളിപ്പോൾ ഇക്കിഗൈയിലെ മാവോയി, എനിക്കതെപ്പോഴും ഞാൻ പ്രൊനൗൺസിങ് ഇറ്റ് ഇൻ ദ റൈറ്റ് വേ എന്നുള്ള സംശയം വരും. ടു ബി എ ഗ്രൂപ്പ്, നമ്മൾ ഔട്ട്സൈഡ് നമ്മൾ ഫാമിലി സർക്കിൾ അല്ലാതെ തന്നെയും ഒരു ഗ്രൂപ്പായിട്ട് എക്സിസ്റ്റ് ചെയ്ത് നിന്നുകൊണ്ട് ഓരോരുത്തർക്കും, ആ ഗ്രൂപ്പിലുള്ള ഓരോരുത്തർക്കും നമ്മളൊരു എന്താ പറയുക, ഒരു ഗീവ് ആൻഡ് ടേക്ക് പ്രോസസ്സ് വരുന്നിടത്ത് സപ്പോർട്ട് സിസ്റ്റം, ഒരു നെറ്റ്വർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് വഴി എവറിബഡി ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ഗ്രൂപ്പ് വിൽ ബി ഗ്രോയിങ് ഇൻ എ സിമിലർ പേസ്, ഇൻ എ സിമിലർ വേ. എന്ന് വെച്ചാൽ എല്ലാവരും ഒരേ ഡിഗ്രി എത്തും, അല്ലെങ്കിൽ എല്ലാവരും ഒരേ അച്ചീവ്മെൻ്റ് എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് അപ്സ് ആൻഡ് ലോസ് വരുന്ന സമയത്ത് ദർ വിൽ ബി ഹാൻഡ് ടു supporters, there will be shoulder to lean on എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട് with the community. One beautiful thing I've observed about this community is that there is this so-called എന്താ പറയുക, ഒരു ക്ലോസ്ലി knit camaraderie നിലനിൽക്കുന്നുണ്ട്. So please do continue this for years, that is waiting. എല്ലാ ജനറേഷൻ ടു ജനറേഷൻ അത് പാസ് ഓൺ ചെയ്ത് പോവുക എന്നുള്ളതാണ് എനിക്ക് ഭയങ്കര കാര്യമായിട്ട് തോന്നുന്നത്. കാരണം ആക്ടിവിറ്റീസ് ബേസിസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മലയാളം പാഠശാല പോലെയുള്ള മനോഹരമായിട്ടാണ് ഇവിടുത്തെ കുട്ടികൾ മലയാളം സംസാരിക്കുന്നത്, മനോഹരമായിട്ടാണ് അവർ വിഷയങ്ങൾ പറയുന്നത്. ദാറ്റ് ഈസ് റിയലി വണ്ടർഫുൾ തിങ്. നമ്മൾ ഈ പറഞ്ഞ പോലെ 1947 മറ്റോ സ്റ്റാർട്ട് ചെയ്തതല്ലേ ഈ കേസ്. അത്രയും കാലത്തിൻ്റെ എന്താ പറയുക, ചരിത്രം പറയുന്നിടത്ത് നിന്നുകൊണ്ട് വളരെ ക്വാണ്ടിഫയബിൾ ആയിട്ടുള്ള റിസൾട്ടാണ് വന്നിട്ടുള്ളത് എല്ലായ്പ്പോഴും. അത് ജീവിതത്തിൻ്റെ ഓരോ സ്ഫിയറിലും ഓരോ സ്പേസിലും ഓരോ വ്യക്തിയെയും അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ സ്പർശിക്കുന്നുണ്ടാവും. സോ ഡെഫിനറ്റ്ലി ഈ ഒരു കൂട്ടമായി നിന്നുകൊണ്ട് പരസ്പരം താങ്ങായും തണലായും ശക്തിയായും എന്താ പറയുക കൂടെ നിൽക്കുന്ന ഒരു കൂട്ടായ്മ എല്ലാ കാലത്തും മുന്നോട്ട് പോകണമെന്നും അതിനി വരുന്ന ജനറേഷൻസിലേക്കും പാസ് ഓൺ ചെയ്ത് പോകണം എന്നുള്ളൂ. ഇനി പുതുതായി വരുന്ന NRIസിലെയും അതിലേക്കൂടെ കംപ്ലീറ്റ് കണക്ട് ചെയ്തുകൊണ്ട് ഗ്രോയിങ് ഇറ്റ് ഓൺ എ റെഗുലർ ബേസിസ്, ഓൺ എ ഡെയിലി ബേസിസ് എന്നുള്ളത് ആഗ്രഹിക്കും. Thank you very much for joining. It was very nice talking to you. My pleasure. Thank you. That was Muthumani Somasundaran with us. So wait for the next exciting, engaging, interesting guest on the next guest from the 973 show.